കോട്ടയത്ത് സ്ഫോടക വസ്തുക്കളുമായി എത്തിയ യുവാവിനെ പോലീസ് പിടികൂടി. പിണ്ണാക്കനാട് സ്വദേശി നോബി തോമസിനെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. 148 ഡിറ്റനേറ്റുകളും 85 ജലാറ്റിൻ സ്റ്റിക്കും 1 എക്സ്പ്ലോഡറും പോലീസ് കണ്ടെടുത്തു. കൂടുതൽ വിവരങ്ങളുമായി ഗോകുൽ ചേരുന്നുണ്ട്. ഗോകുൽ, ഇത് എവിടെ നിന്നാണ് ഇയാളെ പിടികൂടാൻ കഴിഞ്ഞത്? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ടെന്ന് മനസ്സിലാക്കുന്നു. കോട്ടയത്ത് സ്ഫോടക വസ്തുക്കളുമായി എത്തിയ യുവാവിനെ പോലീസ് പിടികൂടി. പിണ്ണാക്കനാട് സ്വദേശി നോബി തോമസിനെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. 148 ഡിറ്റനേറ്ററുകളും 85 ജലാറ്റിൻ സ്റ്റിക്കും 1 എക്സ്പ്ലോഡറുമാണ് പോലീസ് കണ്ടെടുത്തിട്ടുള്ളത്. കോട്ടയത്ത് വെച്ചാണ് പിടികൂടിയത്. സ്ഫോടക വസ്തുക്കളുമായാണ് യുവാവ് എത്തിയത്. ഗോകുലുണ്ട് വിവരങ്ങളുമായി. ഗോകുൽ, എവിടെ നിന്നാണ് ഇയാളെ പിടികൂടാൻ കഴിഞ്ഞത്? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഇന്നലെയാണ് ഇതുമായി ബന്ധപ്പെട്ട പരിശോധന നടന്നത്. ഈ കടനാട് പോലീസ് ആ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നടത്തി വാഹന പരിശോധന നടത്തി വരികയായിരുന്നു. അതിനിടയിലാണ് ഇത്തരത്തിൽ പിണ്ണാക്കനാട് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ഈ പ്രതിയായിട്ടുള്ള വ്യക്തി ഓടിച്ചിരുന്ന സ്കൂട്ടർ പരിശോധിക്കാനിടയായത്. ഈ സ്കൂട്ടർ പരിശോധിച്ചതിൽ നിന്നാണ് ഈ സ്ഫോടക വസ്തുക്കൾ കണ്ടെടുക്കാനായിട്ട് സാധിച്ചത്. 148ഓളം ഡിറ്റനേറ്ററുകളും 85 ജലാറ്റിൻ സ്റ്റിക്കുകളും 1 എക്സ്പ്ലോഡറും ഉൾപ്പെടെയുള്ള സ്ഫോടക വസ്തുക്കളാണ് ഇയാളുടെ സ്കൂട്ടറിൽ നിന്ന് കണ്ടെടുക്കാനായിട്ട് സാധിക്കുകയുണ്ടായത്. ഉടനെ തന്നെ ഈ സ്കൂട്ടറും ഈ സ്ഫോടന വസ്തുക്കളും ഇയാളെയും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടായിരുന്നു. പിണ്ണാക്കനാട് സ്വദേശിയായിട്ടുള്ള നോബി തോമസ് ആണ് ഈ സ്ഫോടക വസ്തുക്കളുമായിട്ട് സ്കൂട്ടറിൽ സഞ്ചരിക്കുകയുണ്ടായത്. തുടർന്ന് തിരുനാട് പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തു. ഇയാളുടെ കയ്യിൽ മതിയായ രേഖകളില്ല, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സാമഗ്രികൾ കൈവശം വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള രേഖകളോ മറ്റ് കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അനധികൃതമായിട്ടാണ് ഈ സ്ഫോടക വസ്തുക്കൾ സൂക്ഷിച്ചിരുന്നത് എന്നുള്ള കാര്യം പോലീസിന് ബോധ്യമായതിന്റെ അടിസ്ഥാനത്തിൽ അറസ്റ്റ് ചെയ്ത് ബാക്കി തുടർ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഇന്നലെ വൈകിട്ടോടുകൂടി കോടതിയിൽ ഹാജരാക്കി. ഇന്നിപ്പോൾ രാവിലെ മുതൽ തന്നെ ഇയാളെ റിമാൻഡിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം പോലീസ് കൂടുതൽ ചോദ്യം ചെയ്യൽ നടപടികൾക്ക് വേണ്ടി ഒരുപക്ഷെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങിയേക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. കോട്ടയത്ത് സ്ഫോടക വസ്തുക്കളുമായി യുവാവ് പിടിയിലായിരിക്കുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു ഗോകുലൻ.